ഈ മണ്ഡലത്തിൽ ഫ്ലെക്സ് വെച്ചുള്ള ഒരു പുരോഗതി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. 4.5 കൊല്ലം MLA ആയിരുന്നെങ്കിൽ കൂടി നാട്ടിൽ കാണാനുണ്ടായില്ല. 6 മാസത്തിനിടയിൽ ആളുണ്ടായിരുന്നു. വെറുപ്പ് കൊണ്ട് തന്നെയാണ് ആൾക്കാർ തോൽപ്പിച്ചത്. രാഷ്ട്രീയമാണ് തോക്കാൻ കാരണം. ഇബ്രാഹിം കുഞ്ഞ് എന്ന വ്യക്തിയാണ് MLA ആണ്, മന്ത്രിയാണ് ഈ മണ്ഡലമാക്കിയെടുത്തത്. അത് ഇന്നും അന്നും നിലനിൽക്കുന്നുണ്ട്. ഈ താഴെത്തട്ടിലുള്ള ജനങ്ങൾ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരാണ്. അതിനുള്ള ഒരു ശക്തമായ ഒരു ശിക്ഷയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. രാജീവിനെ പൊട്ടിച്ചേ. മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലമായ കളമശ്ശേരിയിൽ അദ്ദേഹം തോറ്റിരിക്കുകയാണ്. എന്താണ് തോൽവിക്ക് കാരണം? UDF സ്ഥാനാർത്ഥി എങ്ങനെ ജയിച്ചു? എന്താണ് കാരണം ഈ മണ്ഡലത്തിൽ ഫ്ലെക്സ് വെച്ചുള്ള ഒരു പുരോഗതി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മണ്ഡലത്തിൽ കാര്യമായിട്ട് പുരോഗതി ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇബ്രാഹിം കുഞ്ഞിനോട് ചെയ്ത ഒരു ചതിക്കുള്ള മറുപടിയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഗഫൂർ ജയിക്കാൻ കാരണം. പിന്നെ രണ്ടാമത് വേറൊരു വിഷയം എന്ന് വെച്ചാൽ 5 കൊല്ലമായിട്ട് 4.5 കൊല്ലം MLA ആയിരുന്നെങ്കിൽ കൂടി നാട്ടിൽ കാണാനുണ്ടായില്ല. 6 മാസത്തിനിടയിൽ ആളുണ്ടായിരുന്നു. രണ്ടാമത്തെ വേറെ കേസ് ഇവിടെ ഓരോ പുരോഗമനം ചെയ്ത് വെച്ചിരുന്നത് ഇബ്രാഹിം സാഹിബായിരുന്നു. അതല്ലാതെ ഒരു പുരോഗമനം ഈ 5 കൊല്ലത്തിനിടയ്ക്ക് കളമശ്ശേരി മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ വേറെ കേസ് ആളെ പോയി നേരിട്ട് കാണണമെങ്കിൽ ഒരുപാട് പേരെ ടിക്കറ്റ് എടുത്താലേ ചെല്ലാൻ കഴിയുള്ളൂ. അവരുടെ പാർട്ടി നേതാക്കൾക്ക് പോലും പറ്റാത്ത അത് ഞങ്ങളെപ്പോലുള്ള ആർക്ക് എത്തപ്പെടാൻ പറ്റുള്ളൂ. അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം. ഇവിടെ തോൽവിക്കുള്ള മെയിൻ കേസ് അതാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയനേറ്റ വലിയൊരു കനത്ത തിരിച്ചടിയാണോ ഈ തോൽവി? അതെ, തോൽവി അത് തന്നെയാണ്. പിണറായിയുടെ വെറുപ്പ് കൊണ്ട് തന്നെയാണ് ആൾക്കാർ തോൽപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ഇത് തന്നെയാണ് രാഷ്ട്രീയമാണ് തോക്കാൻ കാരണം. വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആൾക്കാരെല്ലാവർക്കും വീട്ടിൽ പോയി ഇരിക്കാൻ പറയാണ്. വീട്ടിലിരുത്തി അത് തന്നെ കാരണം. 2011 ഈ കളമശ്ശേരി നിയോജകമണ്ഡലം രൂപീകരിക്കുന്നത്. അന്ന് മുതൽ ഇവിടെ ഇബ്രാഹിം കുഞ്ഞായിരുന്നു MLA ആയിട്ട് വന്നിരുന്നത്. അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനമല്ലാത്ത ഒരു പ്രവർത്തനം ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇബ്രാഹിം കുഞ്ഞ് എന്ന വ്യക്തിയാണ് MLA ആണ്, മന്ത്രിയാണ് ഈ മണ്ഡലമാക്കിയെടുത്തത്. അത് ഇന്നും അന്നും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ വേറെ ഒരാളും ഒന്നും ചെയ്തിട്ടില്ല. അത് സത്യമാണ്. ഈ താഴെത്തട്ടിലുള്ള ജനങ്ങൾ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരാണ്. അതിനുള്ള ഒരു ശക്തമായ ഒരു ശിക്ഷയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പിണറായി വിജയന്റെ ഭൂരിപക്ഷം തന്നെ അതിന് തെളിവാണ്. എല്ലാ സീറ്റുകളും LDFന്റെ എല്ലാ സീറ്റുകളും ഈ തോൽവിയിലേക്ക് പോയത് ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ ജനങ്ങൾ തിരിച്ചൊരു പാഠം പഠിപ്പിച്ചു. പിണറായിയുടെ മണ്ഡലത്തിൽ പോലും 5 വട്ടം അദ്ദേഹം അതാണ്. അപ്പൊ അത് തന്നെ നമുക്ക് ആലോചിക്കാവുന്നതാണല്ലോ. ഒരുപാട് പേര് രാജീവ് ഉൾപ്പെടുന്ന ഒരുപാട് മന്ത്രിമാർ ഇപ്പൊ നിലവിൽ ഒരു ഡസത്തിന് മുകളിൽ തോറ്റിട്ടുണ്ട്. അത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രി അത് UDF തീരുമാനിക്കും. അതൊക്കെ UDF തീരുമാനിക്കും. അത് തന്നെയല്ല, ഫ്ലക്സിൽ മാത്രം വികസനമേ ഉള്ളൂ. അല്ലാണ്ട് അത് ഇബ്രാഹിം കുഞ്ഞ് വികസനം അല്ലാണ്ട് വേറൊരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ 5 കൊല്ലം മന്ത്രി എന്നുള്ള നിലയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് പറയാനുള്ളത് പ്രതിപക്ഷം ആരാവും എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. ആരാ പേരുണ്ടത്? പക്ഷേ UDFനെ സംബന്ധിച്ച് ഒരുപാട് നേതാക്കളുണ്ട്. ഹൈക്കമാൻഡ് ആരെ തീരുമാനിക്കുന്നോ അത് UDF അംഗീകരിക്കും. അതെ, വലിയ ആവേശത്തിലാണല്ലോ അല്ലേ? വലിയ ആവേശത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് വലിയ ഗഫൂർ ജയിച്ചത് വലിയ സന്തോഷം തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്ര ആവേശം. ഇത് ഞങ്ങൾ എന്തും ചെയ്യാം അതിനു വേണ്ടി. 20 വർഷത്തെ ദുർഭരണത്തിനെതിരായിട്ട് കേരളം ഒന്നടങ്കം എല്ലാവരും തിരിച്ച് കുത്തിയേക്കാണ്. രാജീവിനെ പൊട്ടിച്ചേ. ഞങ്ങളുടെ 10 വർഷത്തെ കാത്തിരിപ്പില്ലാണ്. 10 വർഷം ഞങ്ങളുടെ കാത്തിരിപ്പാണ്. ഞങ്ങൾക്ക് ഒരുപാട് വിഷമം വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു വിജയം ഇനി അവരിനി മേലാല് ഈ കേരളം അവർ ഭരിക്കില്ല. പൊട്ടിച്ചേ രാജീവിനെ പൊട്ടിച്ചേ. ഒരു വികസനവും കളമശ്ശേരിയിൽ ഇല്ലായിരുന്നു. ഒരു വികസനവും ഇല്ലായിരുന്നു. എല്ലാം ഫ്ലെക്സ് വഴി വെറുതെ വികസനമായിരുന്നു. ഫ്ലെക്സ് വികസനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ദുർഭരണത്തിനെതിരെയുള്ള ഒരു എല്ലാവരും ഒരു ഒത്തൊരുമയുടെ വിജയമാണത്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ എല്ലാവരും തന്നെ. 10 വർഷത്തെ
ദുർഭരണത്തിനെതിരെയുള്ള ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഈ തോൽവി. എന്തായാലും ആ പി രാജീവിൻ്റെ വികസനങ്ങളൊക്കെ ഫ്ലെക്സിൽ മാത്രം ഒതുങ്ങി. അതുകൊണ്ടാണ് കളമശ്ശേരി ഇത്തവണ കനത്ത തിരിച്ചടി ഏൽക്കേണ്ടി വന്നതെന്നാണ് അണികൾ ഓരോരുത്തരും പറയുന്നത്. കൊച്ചിയിൽ നിന്നും പ്രണവ് പ്രകാശിനോടൊപ്പം ആർ പിയൂഷ്, മലയാളം മലയാളി.